സിന്ദൂരം തൊട്ടിട്ടില്ല. ഞാൻ തൊട്ടുകൊടുക്കാം. ഒരു മിനിറ്റ്. മോളെ പോവല്ലേ, ഞാനിപ്പോ വരാവേ. അമ്മ കുങ്കുമം എടുക്കാൻ പോയതായിരിക്കും. നോക്കാം. എടാ രവന്തേ, പൊന്നൂന് സിന്ദൂരം തൊട്ടുകൊടുക്ക്. അയ്യോ, ഞാനോ? അതെ, തൊട്ടുകൊടുക്ക്. സബാഷ്. ഇതെന്താ പുതിയ രീതി? ഇത് പുതിയ രീതിയല്ല ശ്രേയ. കല്യാണം കഴിഞ്ഞ എല്ലാ പെണ്ണുങ്ങളും തൊടുന്നതല്ലേ സിന്ദൂരം? നാട്ടുകാർ കാണിക്കുകയല്ലേ കല്യാണം നടന്നത്. ഇനി എന്തിനാ ഇത്? നമ്പർ പ്ലേറ്റോ? നമ്പർ പ്ലേറ്റ് ഒന്നും അല്ല മാഡം. ഭർത്താവിന്റെ കൈകൊണ്ട് നെറ്റിയിൽ കുങ്കുമം ചാർത്തിച്ച അവരുടെ ആയുസ് കൂടുന്നൊരു വിശ്വാസമുണ്ട്, അതാ. നോൺസെൻസ്. ഇത് വിശ്വാസമൊന്നുമല്ല, ആണുങ്ങളുടെ ആധിപത്യത്തിന്റെ അടയാളം. കാലം മാറി. താലിയും കഴുത്തിലിട്ടോണ്ട് നടക്കുന്ന പെണ്ണുങ്ങള് എത്രയുണ്ടാവും ഈ നാട്ടില്? പഴയ കാലത്ത് ഇങ്ങനൊക്കെ നടന്നിട്ടുണ്ടാവും. ഇന്ന് സ്ത്രീ സ്വാതന്ത്ര്യമാണ് പ്രധാനം. ആണിന്റെ കാൽച്ചുവട്ടിൽ കിടക്കാനുള്ളതല്ല പെണ്ണ്. കല്യാണം കഴിഞ്ഞ ആണുങ്ങൾ എന്തടയാളം കൊണ്ട് നടക്കുന്നത്? ആകെയുള്ളത് ഒരു വിവാഹമോതിരായിരിക്കും. അതാണെങ്കിൽ കല്യാണം കഴിഞ്ഞ ഒരാഴ്ചക്കൊക്കെ ഊരി മാറ്റും. പിന്നെന്തിന് പെണ്ണുങ്ങൾ മാത്രം ഓരോ അടയാളം ചൂടി നടക്കണം? അത് വേണം. അരവിന്ദേട്ടാ, ശ്രേയയ്ക്ക് സിന്ദൂരം തൊടുന്നത് ഇഷ്ടമല്ലാഞ്ഞിട്ടാണോ അതോ അരവിന്ദേട്ടൻ തൊട്ടു കൊടുക്കുന്നത് ഇഷ്ടമല്ലാഞ്ഞിട്ടാണോ? അത് പോയിന്റ്. അക്കുചേട്ടാ, ഓഫീസിൽ പോകുന്നില്ലേ? പോണം. എന്നാ പോയിട്ട് വരട്ടെ. ബൈ കാക്കോത്തി. ബൈ ബൈ ബൈ. എന്നാ ശരി. ഹലോ ഹേമേ. രാജി വീട്ടിലാണോ? അതെ. ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. പറയൂ ഹേമേ. അത് ശ്രേയമോളുടെ കാര്യ. എന്തു പറ്റി? ഞാൻ എങ്ങനെ പറയാനാ? പറയുന്നുണ്ടെന്ന് തോന്നരുത്. ശ്രേയമോളെ കുറ്റം പറയുന്നതല്ല, എനിക്ക് മനസ്സിൽ തോന്നിയ കാര്യമാണ്. ചുറ്റുകളെ ചെയ്തൊക്കെ വഴിയേ പോകുന്നുണ്ട്, എന്നാലോട്ട് കാര്യം പറയുന്നുമില്ല.